നമ്മുടെ അടുക്കളയിൽ എത്ര വൃത്തികേടുകൾ ഉണ്ടാവും അല്ലേ? അവിടെ വെച്ചുണ്ടാക്കിയ പായസം ഗുരുവായൂരപ്പന് കൊടുക്കാൻ പറ്റുമോ? നേരെ ഈ പെണ്ണുമ്പളെ കേൾക്കുന്നുണ്ടെങ്കിൽ അഹങ്കാരം എടുത്തോണ്ടാ നടക്കേ പോകരുതെന്ന് പറയണം. ഇത് ഗുരുവായൂരപ്പനിൽ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നറിയാവോ? ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ആ പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈ പാട്ട് ആസ്വദിക്കുന്നത് ഹിന്ദു മാത്രമല്ല എന്നുള്ളതാണ്. ഒരുപാട് പേര് ആസ്വദിക്കുന്നതാണ്. ഓക്കെ, വിഷയം അതല്ല. ഗുരുവായൂർ അമ്പലനടയിലേക്ക് ജസ്ന സലീം പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ചെറുപയറുമായിട്ട് പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭക്ത എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. ദയവ് ചെയ്ത് ഇത് പുറം ലോകത്തേക്ക് എത്തിക്കണമെന്ന് അവരിങ്ങോട്ട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വിടുന്നത്. അതായത്, അവരുടെ വീട്ടിൽ ഈ അടുക്കളയിൽ മത്സ്യമാംസാദികളൊക്കെ കയറ്റുന്ന ഒരു വീടായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ആ പാത്രങ്ങളിൽ ഇതൊക്കെ കടന്നു പോകാനുള്ള സാധ്യതകൾ ഏറെയല്ലേ. ഇങ്ങനെ വൃത്തിഹീനമായ രീതിയിൽ ഒരു പായസം ഉണ്ടാക്കി അത് കണ്ണന്റെ നടയിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയായൊരു നടപടിയല്ല. ഹിന്ദു, മുസൽമാനും ക്രൈസ്തവനും അങ്ങനെ ജാതിമത വർണ്ണ വർഗ ഭേദമന്യേ എല്ലാവരും ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്നുണ്ടാകാം. ഒരുപാട് ആളുകൾ ആ അമ്പല നടയിൽ വന്നു പോയിട്ടുണ്ടായിരുന്നിരിക്കാം, ഇപ്പോഴും ചിലപ്പോൾ പോകുന്നുണ്ടാകാം. ആരും ആരെയും ശല്യം ചെയ്യുന്നില്ല. അവരുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ചില ആളുകൾ കൗതുകത്തിന്റെ പുറത്തും അമ്പലത്തിൽ വന്നു പോകുന്നുണ്ടാവും. പക്ഷെ ഒരു റീൽ എടുത്ത് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അടുക്കളയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഈ പറയുന്ന ജസ്ന സലീം കാണിച്ചു കൂട്ടും നമ്മൾ കണ്ടില്ലേ? ഈ വീഡിയോയിൽ ശബ്ദ സന്ദേശം അല്ലാതെ തന്നെ മറ്റൊരു വീഡിയോയും കൂടിയുണ്ട്. അതായത്, ഗുരുവായൂർ അമ്പലത്തിലേക്ക് വെള്ളം ഇരച്ചു കയറിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ഹിന്ദു, മുസൽമാനും ക്രൈസ്തവനും എല്ലാവരും ചവിട്ടിയിട്ടുണ്ടാകും. ഈ വെള്ളം ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ മറ്റുള്ള മതത്തിലുള്ള ആളുകൾക്ക് അവിടെ കയറിയാൽ എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ശബ്ദ സന്ദേശം മുഴുവനായിട്ട് കേൾക്കാം. നമ്മുടെ അടുക്കളയിൽ എത്ര വൃത്തികേടുകൾ ഉണ്ടാവും അല്ലേ? അവിടെ വെച്ചുണ്ടാക്കിയ പായസം ഗുരുവായൂരപ്പന് കൊടുക്കാൻ പറ്റുമോ? ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വിചാരിച്ചാൽ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, അത്രമാത്രമാണ്. ഇവരൊരിക്കലും ഗുരുവായൂരപ്പനെ സ്നേഹിച്ചവരല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഇറച്ചി, മീൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടുക്കളയാണ്. പിന്നെ നമ്മളല്ല ഉണ്ടാക്കുന്ന ഒരു സാധനവും, നമ്മുടെ കൈപ്പടെ ഉണ്ടാക്കിയ ഒരു സാധനവും ഗുരുവായൂർ സ്വീകരിക്കുന്നതല്ല. ഇവരിനി പുറത്ത് വെച്ചിട്ട് പോയാൽ പോലും അത് വളരെ മോശമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ. മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് വേണോ അത് ചെയ്യാൻ? ഗുരുവായൂരപ്പനിൽ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നറിയാവോ? അത് ആ വിഷമാണ്, അല്ലാണ്ട് ബുദ്ധിമുട്ടല്ല. ഗുരുവായൂരപ്പനുള്ള എന്താണെന്ന് വെച്ചാൽ അത് ഗുരുവായൂരപ്പൻ നോക്കിക്കോളും. അതല്ല, എന്നാലും നമുക്കത് കേൾക്കുമ്പോൾ നമുക്കത് വിഷമമാണ്. ആ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇവർക്ക് എന്തറിയാം ഗുരുവായൂരപ്പനെ കുറിച്ച്? ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് അത്രയും ശക്തിയുള്ള ഒരാളാണ്. നമ്മൾ ഗുരുവായൂരപ്പനെ വിളിച്ച് നമ്മൾ ഗുരുവായൂർ നടക്കെ നിന്ന് നമ്മൾ തൊഴുതാൽ ഏത് കാര്യവും നമുക്ക് നടത്തി കിട്ടുന്ന ഒരു സ്ഥലമാണ്. അത് നമ്മുടെ അനുഭവമാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ ഇവര് ഈ മുട്ട ഉപയോഗിച്ച കേക്ക് കൊണ്ടുപോയി മുറിക്കുക, ഈ അടുക്കളയിൽ ഈ തോന്നിയ പോലെ വെച്ച് പായസം കൊണ്ട് വിളമ്പുക, അവരുടെ കളിസ്ഥലമാണോ അത്? അല്ല. അവർ മനഃപൂർവ്വം ഇത് മനുഷ്യന്മാരിൽ ഇത് ഒരു വേദന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അതിൻ്റെതായ അത് അവർ അനുഭവിച്ചോളൂ. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാനോ പിടിക്കാനോ പാടില്ല. ഒരു കാര്യത്തിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. നമുക്ക് ഭക്തിയുണ്ടോ? ഏത് ദൈവത്തിനോടും ഉണ്ട്. ഏത് ദൈവത്തിനോടും നമുക്ക് ഭക്തി വരാം. എല്ലാം നമുക്ക് ചെയ്യാം. ഏത് ദൈവത്തിന് വേണ്ടിയിട്ടും പോയി തൊഴാം. പള്ളിയിലായാലും, ക്രിസ്ത്യൻ പള്ളിയിലായാലും, മുസ്ലിംസിൻ്റെതായാലും, ഹിന്ദുക്കളുടെ ഇതിലായാലും നമുക്ക് ദൈവത്തിനെ വിളിക്കാം. പക്ഷേ അതൊരു അഹങ്കാരത്തോട് കൂടിയിട്ടാവരുത്, മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. ഇവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്നുണ്ടാക്കി അതും പയർ പായസം. ഗുരുവായൂരപ്പന് ആവശ്യം ഇതല്ല, പാൽപ്പായസം അല്ലേ? ഗുരുവായൂരപ്പൻ പാൽപ്പായസമാണ്, അല്ലാതെ ഇവരുടെ പയർ പായസം അല്ല കഴിക്കുന്നത്. പറഞ്ഞേരെ ഈ പെണ്ണുമ്പളെ കേൾക്കുന്നുണ്ടെങ്കിൽ അഹങ്കാരം എടുത്തോണ്ടാ നടക്കേ പോകരുതെന്ന് പറയണം. ഈ പെണ്ണുമ്പളയോട് പറയണം, നിങ്ങളിത് കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇത് കേൾപ്പിച്ചു കൊടുക്കണം. ഒരു അഹങ്കാരം കാണിച്ചുകൊണ്ടും ആ ഒരു നടക്കെ ചെല്ലരുതെന്ന് പറയണം. അത് ഒരുപാട് ആൾക്കാരെ വേദനിപ്പിക്കും. ഇവർക്ക് ഗുരുവായൂരപ്പനെ കുറിച്ച് എന്തറിയാം? ഗുരുവായൂർ നടക്കെ പോയിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും. ഇനി ദേവസ്വം ബോർഡ് തന്നെ സപ്പോർട്ട് ചെയ്തോട്ടെ, ഇനി ഈ BJP ആൾക്കാരെ ഇവിടെ സപ്പോർട്ട് ചെയ്തോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാവരുടെ സഹായം അവൾക്ക് ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും ഗുരുവായൂരപ്പന്റെ സഹായം അവൾക്ക് ഉണ്ടാവത്തില്ല. ഒരിക്കലും ഗുരുവായൂരപ്പനെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇവിടെ ചെല്ലാം. തുടക്കത്തിൽ BJP-ക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് BJP-യുടെ അവസ്ഥ അതല്ല. ഞാൻ പല നേതാക്കന്മാരോട് സംസാരിച്ചതാണ്. പല ആളുകളും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. സത്യത്തിൽ നിങ്ങൾ വളം വെച്ച് കൊടുത്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അവർ ഈ രീതിയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവർ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, മതങ്ങൾ തമ്മിലടിക്കാനുള്ള സാധ്യതയെ കുറിച്ചിട്ട്. നിങ്ങൾ ജസ്ന സലീം ഇടുന്ന വീഡിയോന്റെ കമന്റ് ബോക്സ് ഒന്ന് പോയി നോക്കുക. തമ്മിൽ തല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇവരെ തെറി വിളിച്ചുകൊണ്ട് ആളുകൾ പലതും പറയുന്നുണ്ട്. ഇവർക്ക് നിരന്തരമായിട്ട് ഓരോ ആളുകൾ മെസ്സേജ് അയച്ച് കോളൊക്കെ വിളിച്ച് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത്രേ. പിന്നെ മറ്റു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൃത്തികേടുകൾ പറയുന്ന നാക്കുകൊണ്ട്
നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവം എൻ്റേതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവുന്ന ഒരു ദേഷ്യമുണ്ടല്ലോ, ആ ദേഷ്യത്തെ തന്നെയാണ് ഇവർ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി വേണമെങ്കിൽ ജസ്ന സലീം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ന്യായീകരണം പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് കുറച്ച് പായസം ഉണ്ടാക്കി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൻ അവിടെ നടക്കൽ വെക്കാനി എന്ന് പറഞ്ഞിട്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ കമന്റ് ഞാൻ കണ്ടു. അതേപോലെ 1-2 ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്ത് കണ്ടു. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഞാനല്ല ശ്രമിക്കുന്നത്, നിങ്ങളാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ പറയുന്നത് എന്താ? ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ജസ്ന സലീം ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന്. ഞാൻ ഒരിക്കലും അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. ജസ്ന സലീമിനോട് എന്തിനാണ് ഹൈക്കോടതി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകരുതെന്ന് പറയുന്നത്? നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അമ്പല മൈതാനിയിൽ വെച്ച് തല്ലുണ്ടാക്കിയ ആളല്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങളോട് കോടതി അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോവാതിരിക്കുക വേണ്ടത്. നിങ്ങൾ ഇന്ത്യയിലെ ഈ നിയമങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോവാതിരിക്കുക. ഭക്തജനങ്ങളുടെ ശബ്ദ സന്ദേശമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിശ്വാസികളായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ജസ്ന സലീമെ ദയവ് ചെയ്ത് നിങ്ങളെ ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്താണ് ഈ വകതിരിവില്ലാതെ സംസാരിക്കുന്നത്? ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. പിന്നെ അതുൽ ലോഗിനോടൊക്കെ നിങ്ങൾ പറഞ്ഞ ആ ഒരു സംഭവങ്ങളുണ്ടല്ലോ, മനോഹരമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ആ നാക്ക് വെച്ചുകൊണ്ട്, അമ്മാതിരി ഡയലോഗ് അടിക്കുന്ന നാക്ക് വെച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന ഭക്തജനങ്ങൾക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാണ് കണ്ണൻ എൻ്റെതാണെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത്. ദയവ് ചെയ്ത് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, വേറെ ഒന്നുമില്ല. നിങ്ങളോട് കോടതി അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞ പിന്നെ പോവാതിരുന്നൂടെ? പിന്നെ അങ്ങോട്ട് കയറി ചെല്ലേണ്ട കാര്യമുണ്ടോ? ഇനി ഗുരുവായൂർ അമ്പലത്തിൽ വെള്ളം കയറിയല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചാച്ചിയുടെ ഒരു വീഡിയോ ഒന്ന് കാണാം. 1/7/26 ഗുരുവായൂർ അമ്പലത്തേക്ക് പോവാണ്. ഗുരുവായൂർ അവസ്ഥയാണ് ഈ കാണുന്നത്. ഫുൾ വെള്ളത്തിലാണ്. മ്യൂസിക് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ച് മ്യൂസിക്കാണ്. അവിടെ ആളുകൾ വെള്ളത്തിലൂടെ നടന്നു പോകുന്ന വീഡിയോ ആണ് കാണുന്നത്. മീനൊക്കെ ഒലിച്ചു വന്നിട്ടുണ്ട് അത്രേ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ പുലർച്ചെ മുതൽ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണം. ശുദ്ധീകരണം നടക്കുന്നതിനാലാണ് നിയന്ത്രണമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകി റീൽ ചിത്രീകരിച്ചതിനെ തുടർന്നാണ് ദേവസ്വത്തിന്റെ തീരുമാനം. ഈ ഒരു അവസരത്തിൽ ഇത് പറയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയും. എന്ത് കാഴ്ച അല്ലേ! ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും അകത്തും പുറത്തും റോഡിലും ഒക്കെ ആയിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അതിലൂടെ മീനൊക്കെ ഓടി പോകുന്നു കണ്ടു എന്ന് ആൾക്കാർ പറയുകയാണ്. ആ ക്ഷേത്രമുറ്റത്തും റോഡിലും ഒക്കെ ഹിന്ദുവും ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാരും അതേ വെള്ളത്തില്, ഒരേ വെള്ളത്തില് ചവിട്ടി പോകുന്നു. വെള്ളം ആരുടെയും ജാതി മതം ചോദിച്ചല്ലോ ഒഴുകുന്നത്. കുറച്ചുനാൾ മുമ്പ് ജാസ്മിൻ ജാഫർ, ഒരു ഇൻഫ്ലുവൻസർ ആണ് പുള്ളിക്കാരി, ഒരു മുസ്ലിം സ്ത്രീയാണ്. അവര് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തില് കാല് നനച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് റീൽ എടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ പുകില് തന്നെ ഉണ്ടായി. ഓർമ്മയില്ലേ? ആചാരം പോയി, കുള അശുദ്ധിയായി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ 6 ദിവസത്തെ പൂജയും പുണ്യാഹം തെളിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ പുകിലൊന്ന് അടങ്ങിയത്. ഇനിയിപ്പോ എന്താവും അറിയില്ല. ഒരു മുസ്ലിം പെൺകുട്ടി കാല് നനച്ചു എന്ന് പറഞ്ഞ് അവര് ശുദ്ധികലശം നടത്തി ആ കുളത്തില്. ഇനിയിപ്പോ ഈ വെള്ളമൊക്കെ പറ്റിയതിനു ശേഷം ഈ നാട്ടിലുള്ള എല്ലാ അമ്പലങ്ങളിലും ഇതുപോലെ ശുദ്ധികലശം നടത്തേണ്ടി വരുമല്ലോ. കാരണം നമ്മളെല്ലാരും ജാതിയും മതവും, എല്ലാ ജാതിയിലും എല്ലാ മതത്തിലുള്ള ആൾക്കാര് ചവിട്ടി നടന്നു പോയ വെള്ളം തന്നെയാണ് എല്ലായിടത്തും ഒഴുകി എത്തിയേക്കുന്നത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ശുദ്ധി കലാശം എല്ലാ അമ്പലത്തിലും ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ള ആളുകളുടെ വിശ്വാസങ്ങളെ പുച്ഛിച്ച് തള്ളുന്നത് അത്ര മനോഹരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇവിടെ ചില കോടതികൾ തന്നെ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ആരാധനാലയത്തിന്റെ വിശ്വാസങ്ങളിലൂടെ തന്നെ കടന്നു പോകണം എന്നുള്ളത്. മനസ്സിലായോ? വിശ്വാസികളെ പുച്ഛിക്കാൻ വേണ്ടി ചെല്ലരുത്. ഇവിടെ ജസ്ന സലീം, അതേപോലെ തന്നെ ജാസ്മിൻ ജാഫർ എങ്ങനെയാണ് ഇൻഫ്ലുവൻസർ ആവുന്നത്? മനസ്സിലാവുന്നില്ല. എന്താണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഇങ്ങനെയുള്ള ആളുകൾ അമ്പലത്തിലേക്ക് കയറി ചെന്ന് വെറും ഒരു റീൽ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പ്രഹസനത്തിന് വേണ്ടി കയറി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ആ അമ്പലത്തിൻ്റെതായ രീതിയിലുള്ള, അല്ലെങ്കിൽ ആ ആരാധനാലയത്തിന് അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാൻ പള്ളിയിൽ കയറിയ സമയത്ത് എന്നോട് അവിടെയുള്ള ആളുകളും സുഹൃത്തുക്കളും പറഞ്ഞത് വുദു എടുക്കണം എന്നുള്ളതാണ്. ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ച് വൃത്തിയായിട്ട് പോവുകയും ആ ആരാധനാലയത്തിൽ അല്ലെങ്കിൽ ആ പള്ളിയിൽ വെച്ച് വീണ്ടും വുദു എടുത്തതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അവരെ പുച്ഛിക്കാനോ കളിയാക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ കയറി ചെന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഇവരെന്തിനാണ് ചെന്നിട്ടുള്ളത്? അവർ ഒരു റീൽസ് ചിത്രീകരിക്കാനും സോഷ്യൽ മീഡിയയിൽ അത് ഇട്ട് കാശാക്കാൻ വേണ്ടി മാത്രമായിട്ട് പോയതാ. ജസ്ന സലീം അവരുടെ ചിത്രങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്, വേറെ ഒന്നിനുമല്ല. പിന്നെ ഇതിനൊക്കെ ഈ രീതിയിൽ കാണുമെന്ന് പറയുമ്പോൾ ദുരന്തം വരുന്ന സമയത്ത് ജാതി, മതം, വർണ്ണം, വർഗം, രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെയാണ് എല്ലാവരും കൂടുന്നത്. അത് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ ആകുന്നു. ഇതൊന്നും നമുക്ക് തടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അമ്പലവും പള്ളിയും വിശ്വാസങ്ങളും, ഈ വിശ്വാസങ്ങളിലേക്ക് നിങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ലെങ്കിൽ ഇത്തരം മണ്ടത്തരങ്ങൾ അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ശുദ്ധി കലാശം ചെയ്യുമോ എന്നുള്ളത് ചെയ്യും. എപ്പോഴും ഇങ്ങനത്തെ ദുരന്തങ്ങൾ നമ്മളെ ഒരു വലിയ കാര്യം എപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്.
എന്താണെന്ന് വെച്ചാല് ഇപ്പൊ വെള്ളം കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന അവസ്ഥയില് ഒരു തോണിയായിട്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത് ചിലപ്പോൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളിയോ അല്ലെങ്കിൽ കൊല്ലംകാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കുമല്ലോ, ഒരു കൊല്ലംകാരനോ കൊല്ലംകാരിയോ ഒക്കെ ആയിരിക്കാം. അപ്പോ ആ തോണി കയറുന്നതിന് മുമ്പ് ആരെങ്കിലും ചോദിക്കോ നിന്റെ ജാതി ഏതാ, നിന്റെ മതം എന്താ എന്ന് ചോദിക്കാൻ നിൽക്കുവോ? അപ്പോ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നമുക്ക് മതം ഒരു പ്രശ്നമല്ല എങ്കിൽ, ജാതി ഒരു പ്രശ്നമല്ല എങ്കിൽ, ഒരു സാഹചര്യത്തിലും നമുക്ക് മതവും ജാതിയും ഒന്നും ഒരു പ്രശ്നമേ ആകാൻ പാടില്ല. ഇനിയെങ്കിലും എല്ലാരും കണ്ണു തുറക്കൂ. ലോകത്തെ ഒരു മതവും ഒരു ആചാരവും മനുഷ്യത്വത്തെക്കാൾ വലുതല്ല. പ്രളയത്തിന് നമ്മളെല്ലാരെയും ഒരുപോലെ കാണാൻ സാധ്യമാകുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മനുഷ്യർക്ക് അത് പറ്റുന്നില്ല? കൊറോണ വന്ന സമയത്തും എല്ലാവർക്കും വന്നിരുന്നു കേട്ടോ, ജാതി മതം നോക്കിയിരുന്നില്ല കേട്ടോ. നിങ്ങൾ ഒരു ആക്സിഡന്റ് ആയി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രക്തം തരുന്ന ആളുകളുടെ മതം ജാതി ഇന്നതാവണമെന്ന് പറയാൻ പറ്റുമോ? ശാട്ടി പിടിക്കാൻ കഴിയുമോ? ഇല്ല. ഇതൊക്കെ വസ്തുത തന്നെയാണ്. പക്ഷേ ആരാധനാലയങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ രീതിയിൽ കാണുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അവിടെ ശുദ്ധി കലാശം നടത്തുകയാണെങ്കിൽ നടത്തട്ടെ, അത് വിശ്വാസികളുടെ കാര്യമാണ്, അത് വിശ്വാസികളെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്നുള്ളതാണ്. വെള്ളം കയറുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ വരുന്ന ആളുകളുടെ ജാതി മതം വർണ്ണം വർഗ്ഗ രാഷ്ട്രീയം ഒന്നും ആരും നോക്കുന്നില്ല. ഇതും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞ ഈ കാര്യങ്ങളിൽ കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണെന്നുള്ളതാണ്. കോടിക്കണക്കിന് ഒന്നോ രണ്ടോ ആളുകളുടെ ഒരു വിശ്വാസത്തിനെ മാത്രമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയെങ്കിൽ, അല്ലെങ്കിൽ ഒരു കള്ളത്തരത്തിന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. പക്ഷെ ഇതെങ്ങനെയാണ്? വിശ്വാസികൾ ഒരുപാടുണ്ട്, ഒന്നോ രണ്ടോ ആളുകളല്ല. പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ രക്തത്തിന്റെ ആവശ്യം വരുമ്പോഴും ജാതി മതം വർണ്ണം വർഗ്ഗം ഒന്നും നോക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരിക്കലും ആരാധനാലയങ്ങളുടെ ഇത്തരം ആചാരങ്ങളിലേക്ക് കുട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. ഒരു വളരെ മോശപ്പെട്ട രീതിയിൽ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത, ഒരിക്കലും ഒരു എന്താ പറയുക മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ചില ആരാധനാലയങ്ങളിൽ നടക്കുന്നതെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് പോലെയല്ല ഇത്. വിശ്വാസികളായ ആളുകളെ നിങ്ങൾ പുച്ഛിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല. അത്രേ പറയുന്നുള്ളൂ. എനിക്ക് ഹിന്ദു എന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ ഒരു വേർതിരിവില്ല, എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. ഇപ്പൊ പള്ളിയിൽ വെള്ളം കയറുന്നുണ്ടാവും അല്ലെ, ചർച്ചിൽ വെള്ളം കയറുന്നുണ്ടാവും, പല ആളുകളും ചവിട്ടി വെള്ളമായിരിക്കും. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കും? വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ആരാധനാലയങ്ങൾ പഴയ പോലെ തന്നെയാണ് നിലനിൽക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. എനിക്ക് ദൈവങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അത് വിശ്വസിക്കേണ്ട എന്ന് പറയാനോ അവരെ പുച്ഛിക്കാനോ നമുക്ക് അവകാശമില്ല എന്നൊരു കാര്യം പറയാനുള്ളൂ. എന്തായാലും ജാസ്മിൻ ജാഫറും അതേപോലെ ജസ്ന സലീമും ഇവർ ചെയ്ത ഈ കാര്യങ്ങളിലോടൊന്നും യാതൊരു യോജിപ്പ് എനിക്കില്ല. വേറൊരു ജായും കൂടിയുണ്ട് കേട്ടോ, നമ്മുടെ ജാസി കുറ്റിപ്പുറം. എന്താണ് എല്ലാ പേരിലും തട്ടത്തൊരു എന്തായാലും കൊള്ളാം. അപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. മറ്റുള്ള ആളുകളുടെ വിശ്വാസങ്ങളിലേക്ക് അതിക്രമിച്ച് കയറി ചെന്ന് അവരെ ഉപദ്രവിക്കാതിരിക്കുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.